കരിയർ ഗ്യാപ്പുകൾ സംഭവിക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പം ഒരു ഇത്ര ടൈം കരിയർ ഗ്യാപ്പ് എടുത്തു, അതിനുശേഷം എനിക്കിനി എൻ്റെ കരിയർ വീണ്ടും റീബിൽഡ് ചെയ്യണം. അപ്പം അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ഈ ഒരു കോഴ്സ് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും അതിനെക്കുറിച്ച്? ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കരിയർ ഗ്യാപ്പ് എടുത്തിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ബേസിക്കലി ഒരു പാരൻറ്റിങ് അല്ലെങ്കിൽ ഒരു ഫാമിലി മാറ്റേഴ്സ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ആ ഒരു ഗ്യാപ്പ് എടുക്കുന്നത് അവർക്ക് വേറൊരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് എടുക്കുന്നത്. ഒന്നും ചെയ്യാൻ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും എന്താ പറയുക വെറുതെ ഇരിക്കില്ലല്ലോ, ഒരാൾക്കാർ വെറുതെ ഇരിക്കും. സോ ഇവർക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു മെച്ചോർഡ് ആവുന്നുണ്ട്. ഓരോ ഇയർ കഴിയുമ്പോൾ ഇവർ മെച്ചോർഡ് ആവുന്നുണ്ട്. സോ ഒരു കമ്പനിയിൽ ഇപ്പം നോക്കുകയാണെങ്കിലും കരിയർ ഗ്യാപ്പ് എടുത്ത ആൾക്കാരാണെങ്കിലും ഒരു ഫ്രഷർ പോവുകയാണെങ്കിലും ഇവരുടെ യൂഷ്വലി ഒരു കമ്പനിയിൽ നമ്മളൊരാളെ നോക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ടെക്നിക്കൽ നോളജ് വേണം. വേറൊരു കാര്യം വെച്ചാൽ അവർ എത്രത്തോളം ജെനുവിനാണ്, എത്രത്തോളം ഓണർഷിപ്പ് എടുക്കാൻ പറ്റും, എത്രത്തോളം റെസ്പോൺസിബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഇതാണ് നോക്കുക. ഇപ്പോൾ നമ്മളൊരു കോളേജ് കഴിഞ്ഞുള്ള ഒരു ഫ്രഷറെ ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുകയാണ്. അവരൊരാളെടുത്തു. അതുപോലെ ഒരു കരിയർ ഗ്യാപ്പ് ആയിട്ട് ഒരു മെച്യൂർഡ് ആയിട്ട് ഒരു 28 years ആയിട്ടുള്ള ഒരാളാണ്. ഇതിൽ കൂടുതൽ ഓണർഷിപ്പ് എടുക്കുന്ന ആരായിരിക്കും? ഈ ഗ്യാപ്പുള്ള ഒരാളാണ്. കാരണം വെച്ചാൽ ഇവർ വീട്ടിൽ കുട്ടികളെ നോക്കേണ്ട ഓണർഷിപ്പ് എടുത്തിട്ടുണ്ട്, വീട്ടിലെ കാര്യം കണ്ട് ഓണർഷിപ്പ് എടുത്തിട്ടുണ്ട്, ദെൻ എന്താ പറയുക ഫാമിലി മാനേജ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്കിൽ സെറ്റ് ഓൾറെഡി അവർ ഡെവലപ്പ് ചെയ്യുന്നു. ഇവർക്ക് ഇനി അഡീഷണലി വേണ്ടത് എന്താണ്? ടെക്നിക്കൽ നോളജാണ്. അത് ടെക്നിക്കൽ നോളജും ഈ ഒരു ഓണർഷിപ്പ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കമ്പയർ ടു അവർ സ്റ്റാർട്ടിങ്ങിൽ ജോബ് കിട്ടിയ ഒരാൾ, ആ ഒരു സമയത്ത് ഇത്ര ഓണർഷിപ്പ് ഒക്കെ എടുത്തിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്ത ഒരാൾ കിട്ടുന്നൊരു സ്റ്റാർട്ടിങ് ആ സമയത്ത് അവർക്ക് കിട്ടുന്ന സാലറി ആയിരിക്കില്ല അവർക്ക് കിട്ടുന്നുണ്ട്. ബട്ട് ജോബ് കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഓക്കെ, ഒരു എന്താ പറയുക ലൈഫിലൊന്നും അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കമ്പനിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവർക്ക് ഈ ഓണർഷിപ്പ്, ഈ ഒരു പേഴ്സണാലിറ്റി, പ്രൊഫഷണൽ പേഴ്സണാലിറ്റി ഓൾറെഡി ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, ദെൻ ടെക്നിക്കൽ നോളജ് നമ്മൾ കൊടുക്കണം. ആ നോളജും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബേസിക്കലി ആ നോളജ് തന്നെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അത് ബ്രഷപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കുറച്ചും കൂടി നോളജ് കൂടും. അത് വെച്ചിട്ട് അവരൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഹയറാർക്കി കിട്ടും. കാരണം വെച്ചാൽ ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് വീട്ടിൽ നിന്നാണെങ്കിലും ആ ഒരു ഇയർ ഓഫ് എക്സ്പീരിയൻസ് തരുന്നത് ടെക്നിക്കൽ ഓണർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്ന ആളാണെങ്കിൽ ടെക്നിക്കൽ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും.